GTT മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ടെക്കുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, ഒരു PC ബിൽഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതെല്ലാം ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്, നോട്ട് എ PC ബിൽഡ്. അപ്പൊ ഞാൻ ഈ വീഡിയോസ് എല്ലാം ഒരു 5 പാർട്ടായിട്ടായിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പാർട്ട് 1 ആയിട്ട് യൂസർ പ്ലസ് ന്യൂ പാർട്സ് വെച്ചുള്ള ഒരു എൻട്രി ലെവൽ PC ബിൽഡും, പാർട്ട് 2 ആയിട്ട് ഒരു ന്യൂ പാർട്സ് വെച്ചുള്ള ഒരു എൻട്രി ലെവൽ PC ബിൽഡും, പാർട്ട് 3 ആയിട്ട് ഒരു മിഡ് റേഞ്ച് PC ബിൽഡും, പാർട്ട് 4 ആയിട്ടൊരു ഹൈ എൻഡ് PC ബിൽഡും, പാർട്ട് 5 ആയിട്ടൊരു എക്സ്ട്രീം ലെവൽ PC ബിൽഡുമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ബജറ്റ്, അതനുസരിച്ച് നിങ്ങൾക്ക് PC ബിൽഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇൻസ്റ്റാളേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. ഒപ്പം തന്നെ എന്റെ PC യെ കുറിച്ചുള്ള ഒരു വീഡിയോസും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് പാർട്ട് 1ലേക്ക് കടക്കാം. അപ്പൊ പാർട്ട് 1ൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂസർ പാർട്സ് പ്ലസ് ന്യൂ പാർട്സ് വെച്ചുള്ള ഒരു എൻട്രി ലെവൽ PC എങ്ങനെ ബിൽഡ് ചെയ്യാവുന്നതിനെ കുറിച്ചാണ്. അപ്പം യൂസർ പാർട്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാഫിക്സ് കാർഡ്, റാം, ഹാർഡ് ഡിസ്ക് മുതലായവയാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഓൺലൈൻ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. യൂസർ, അതായത് OLX, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് മുതലായ യൂസർ പാർട്സ് കിട്ടുന്ന സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിലൂടെ നമുക്ക് ഇത് വിൽക്കാനിരിക്കുന്ന ആളുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്ത് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ ന്യൂ പാർട്സ് ആണെങ്കിൽ നമുക്ക് ലോക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഈ പ്രൈസ് എല്ലാം കമ്പയർ ചെയ്തിരിക്കുന്നത് MD കമ്പ്യൂട്ടേഴ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നാണ്. അപ്പൊ PC ബിൽഡിന്റെ ഗൈഡ് ലൈൻ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ പ്രൊസസർ, മദർ ബോർഡ്, ക്യാബിനറ്റ്, പവർ സപ്ലൈ ഇവയൊക്കെ ഞാൻ പുതിയതാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഞാനൊരു ചീപ്പായിട്ടുള്ള പ്രൈസുള്ളതാണ് ഞാനിത് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ യൂസർ പാർട്സ് ആയിട്ടുള്ളത് ഏറ്റവും ചീപ്പായിട്ടുള്ളത് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ബജറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം ഏകദേശം 18,000 റുപ്പീസിന്റെ താഴെ നമുക്ക് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന്റെ അത് മോണിറ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെരിഫറൽസോ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ പറയുന്നതാണ്. അപ്പം നമുക്ക് PC ബിൽഡിലേക്ക് കിടക്കാം. നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൊസസർ എന്നുള്ളത് ഇന്റൽ i3 9100F 9th ജനറേഷൻ പ്രൊസസറാണ്. ഇതൊരു നല്ലൊരു ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് പ്രൊസസർ തന്നെയാണ്. ലോ ബജറ്റില് 4 കോറും 4 ത്രെഡും ഉണ്ട്. LGA 1151 സോക്കറ്റിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. 3.6 ബേസ് സ്പീഡും 4.2 മാക്സിമം ടർബോ സ്പീഡും ലഭിക്കുന്നതാണ്. 6 MB ക്യാഷ് മെമ്മറിയും 64 GB മെമ്മറി സപ്പോർട്ടും 2 ചാനൽ DDR4 2400 MHz റാം ഫ്രീക്വൻസിയിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. TDP വാല്യൂ 65 വാട്ട്സ് ആണ്. മാക്സിമം മെമ്മറി ബാൻഡ്വിഡ്ത്ത് 37.5 GB per second ആണ്. എക്സ്പാൻഷൻ സ്ലോട്ട് PCI Express 3 ആണ്. ഇതിന്റെ പ്രൈസ് എന്നുള്ളത് 6,000 to 7,500 റേഞ്ചിലാണ്. ഞാനത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പ്രൈസ് എന്നുള്ളത് 6,400 ആണ്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ലോക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നാണെങ്കിലും ലഭിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന മദർ ബോർഡ് എന്നുള്ളത് ആസ്ട്രോക്കിന്റെ B365M HDV എന്ന മോഡലാണ്. ഇതിൽ 1151 സോക്കറ്റ് ആണ് ഉള്ളത്. ഇതിൽ 8th ജനറേഷൻ 9th ജനറേഷൻ കോർ പ്രോസസർ സപ്പോർട്ട് ചെയ്യും. ഇതിൽ ഡ്യുവൽ ചാനൽ DDR4 32 GB മെമ്മറി ആൻഡ് 2666 MHz റാം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ HDMI, VGA, DVI പോർട്ടുകളുണ്ട്. ഇതിൽ SATA 3യുടെ 6 പോർട്ടും M2 പോർട്ടും ഒപ്പം തന്നെ 3.1 ജനറേഷൻ 1 6 USB പോർട്ടും പിന്നെ 2.0 4 USB പോർട്ടും 7.1 ചാനൽ ഓഡിയോ ഔട്ടും ഉണ്ട്. ഞാനിത് ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 5,300 റുപ്പീസിന് ഇത് അവൈലബിൾ ആണ്. അപ്പം ഇത് ഓരോ ടൈമിലും പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പം നിങ്ങളത് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മദർ ബോർഡ് ഈ ഒരു കോൺഫിഗറേഷനുള്ളതോ ഇതിന് മുകളിലുള്ളതോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാബിനറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആന്റിസ്പേഴ്സിന്റെ ഐസ് 120 മിഡ് ടവർ ഗെയിമിംഗ് ക്യാബിനറ്റ് ആണ്. ഇതിൽ ATS, മൈക്രോ ATS, മിനി ATS സപ്പോർട്ട് ചെയ്യും. ഇതിൽ 8 ഫാൻ സപ്പോർട്ട് ഉണ്ട്. 1 ഫാൻ ഇൻക്ലൂഡ് ആണ്, നോട്ട് RGB. ഇതിൽ ബോട്ടമാണ് PSUവിന്റെ ഇൻസ്റ്റാളേഷൻ സ്പേസ്. 2 HDD സ്പേസും 2 SSD സപ്പോർട്ടും നമുക്ക് ഇതിലുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും ഒപ്പം തന്നെ കേബിൾ മാനേജ്മെന്റിനും നല്ലതാണ്. ഇതിൽ ഫ്രണ്ടിൽ 1 USB 3യും ഒപ്പം തന്നെ 2 USB 2വും നമുക്ക് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു RGB ഡിസൈൻ ഉണ്ട്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും ഉണ്ട്. ഇതിൽ ടോപ്പിൽ നമുക്ക് ഡസ്റ്റ് ഫിൽറ്ററും ഒപ്പം തന്നെ ബോട്ടമിലും നമുക്ക് ഡസ്റ്റ് ഫിൽറ്ററും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു എൻട്രി ലെവൽ ക്യാബിനറ്റ് ആണ് ഇത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് 2,200 റുപ്പീസിന് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് എന്നുള്ളത് സൊറാഗിന്റെ GT 710 2GB DDR3 മോഡലാണ്.
തന്നെ നമുക്കിത് യൂസ്ഡ് മാർക്കറ്റിൽ നമുക്കൊരു 1000 to 2000 മിഡിൽ നമുക്കിത് ലഭിക്കുന്നതാണ്. അത്യാവശ്യം ഒരു എൻട്രി ലെവലായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡിൽ കുഴപ്പമില്ലാത്തതാണ്. ഇതിലധികം ഗെയിംസ് ഒന്നും അത്രയും പ്ലേ ആകില്ല. എങ്കിലും നമുക്കിത് പ്രൊസസ്സറിന് ഗ്രാഫിക്സ് ഔട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്കിതൊരു അത്യാവശ്യമാണ്. നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 570 അല്ലെങ്കിൽ ഒരു 1060 അങ്ങനെയുള്ള ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം അത്യാവശ്യം നല്ല ഹൈ പെർഫോമൻസ് ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ റാം ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അഡാറ്റയുടെ DDR4 2400 MHz 4GB റാം ആണ്. ഇത് നമ്മൾ യൂസ്ഡ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 700 to 1000 റുപ്പീസിന് ഇടയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ 4GB ആണ് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8GB അതിൽ ഹയറോ ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ 18,000 റുപ്പീസിന് ഇത് ബിൽഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ 4GB സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹാർഡ് ഡിസ്കും ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് 1GB ഒരു യൂസറാണ്. ഇത് നമുക്ക് 1200 to 2000 റുപ്പീസിനും ഇടയ്ക്ക് നമുക്കിത് ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെയോ സീഗേറ്റിൻ്റെയോ തോഷിബയോ സാംസങ്ങോ അങ്ങനെ ഏത് കമ്പനി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. യൂസറായതുകൊണ്ട് നമുക്ക് ഒത്തിരി പഴയതൊക്കെ എടുക്കാതിരിക്കുക. ഞാൻ പവർ സപ്ലൈ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫിംഗേഴ്സ് ഗാമ 401 450 വാട്ട്സിൻ്റെ ഒരു എൻട്രി ലെവൽ പവർ സപ്ലൈ ആണ്. ഇത് നമുക്ക് 24 പിൻ ATS കണക്ടറും 4 പിൻ CPU കണക്ടറും 3 SATA കേബിൾസ് കണക്ടറും ഒപ്പം തന്നെ മോഡൽസ് കണക്ടറും നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇത് ഏകദേശം ഒരു 800 റുപ്പീസ് നമുക്കിത് ഓൺലൈനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ന്യൂ ആണ്. അപ്പോൾ ഈ പാർട്ട് 1 ആയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ 18,000 റുപ്പീസിൽ നിൽക്കുന്ന ഒരു ബിൽഡാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്രൊസസ്സർ ഒരു 6,400 റുപ്പീസിനും മദർ ബോർഡ് ഒരു 5,300 റുപ്പീസിനും ക്യാബിനറ്റ് ഒരു 2,200 റുപ്പീസിനും PSU ഒരു 800 റുപ്പീസിനും റാം ഒരു 800 റുപ്പീസിനും ഹാർഡ് ഡിസ്ക് ഒരു 1,300 റുപ്പീസ് GPU ഒരു 1,200 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമുക്ക് 18,000 റുപ്പീസിന് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം മോണിറ്ററിനും മറ്റ് പെരിഫറൽസ് ആയിട്ടുള്ളതിനും നമുക്ക് അഡീഷണൽ പൈസ പേ ചെയ്യേണ്ടി വരും. അപ്പം അഡീഷണൽ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോണിറ്ററാണ് LGയുടെ 22 ഇഞ്ചിൻ്റെ ഒരു IPS മോണിറ്റർ. ഇതൊരു നല്ലൊരു മോണിറ്ററാണ്. ഒപ്പം തന്നെ ഫുൾ HD സപ്പോർട്ട് ചെയ്യും. IPS പാനലാണ്. HDMIയും DVIയും ഓഡിയോ ഔട്ടും ഒക്കെ ഉണ്ട്. AMDയുടെ ഫ്രീസിംഗും സപ്പോർട്ടാണ്. പിന്നെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ളത് 60 Hz ആണ്. 5 millisecond റെസ്പോൺസ് ടൈമും നമുക്കിതിൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് എന്നുള്ളത് ഒരു 8,000 to 9,000 ഇടയ്ക്കാണ്. അത്യാവശ്യം എഡിറ്റിംഗും ഗെയിമിങ്ങും ഒക്കെ കളിക്കുന്നവർക്ക് നല്ലൊരു മോണിറ്ററാണിത്. ഇതിലും ചീപ്പായിട്ടുള്ള മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ നല്ല മോഡൽ നോക്കി സെലക്ട് ചെയ്തിരിക്കുന്നത് മാത്രം. ഞാനിവിടെ കീബോർഡും മൗസും സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ആംഗേറ്റിൻ്റെ 60 Pro USB കീബോർഡ് ആൻഡ് മൗസ് കോംബോ മോഡലാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ ഒരു 600 to 700 റുപ്പീസിനും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതൊരു എൻട്രി ലെവലായിട്ടുള്ളൊരു ഗെയിമിംഗ് കീബോർഡാണ്. അപ്പം ഇതൊക്കെ അഡീഷണൽ ആയിട്ടൊന്ന് കാണിച്ചിരിക്കുന്നത് മാത്രം. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ചീപ്പായിട്ടുള്ള മോഡൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.